ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. കൈക്ക് നല്ല പഫ് വെച്ചിട്ടുള്ള ഫുൾ കൈയുള്ള ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 5 മീറ്റർ തുണിയാണ് ഈ ഫ്രോക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ്. ലൈനിങ്ങിൻ്റെ തുണി 4 മടക്കി വെച്ചിട്ട് അതിൽ നിന്നും ബോഡിക്ക് ആവശ്യമായ ഭാഗം വെട്ടിയെടുക്കുന്നതാണ്. 11 ഇഞ്ച് ഇറക്കം ഇട്ടിട്ടാണ് ബോഡിക്ക് ആവശ്യമുള്ള തുണി വെട്ടിയെടുക്കുന്നത്. വീതി, ഈ തുണിക്ക് വീതി 10 ഇഞ്ച്. 4 മടക്കിയപ്പോൾ ഒരു ഭാഗം 10 ഇഞ്ച് വീതി ഉണ്ട്. അപ്പോൾ അത്രയൊന്നും നമുക്ക് വേണ്ട, നമുക്ക് 7 ഇഞ്ച് മതി. നല്ല തടിയുള്ള കുട്ടികളാണെങ്കിൽ വണ്ണം കൂട്ടിയെടുക്കാം. ഓരോ കുട്ടികളെ അളവിനനുസരിച്ച് വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ വെട്ടിയെടുത്ത തുണി, ബോഡിക്ക് ആവശ്യമുള്ള തുണി ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ മടക്കിയെടുത്താൽ ബാക്ക് കഴുത്തും മുന്നേ കഴുത്തും വെട്ടിയെടുക്കാൻ സുഖമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കുന്നത്. ഇനി ഈ തുണിയിൽ കഴുത്തിറക്കം ഒരു 4.5 ഇഞ്ച്, കഴുത്തകലം ഒരു 2 ഇഞ്ച്, ഷോൾഡർ ഒരു 5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്താം. കൈക്കുഴി ഒരു 6 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഈ ഒരു ഷേപ്പിൽ, കൈക്കുഴീൻ്റെ ഈ ഒരു ഷേപ്പിൽ ചോക്കൊണ്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെഞ്ചളവ് ഒരു 7 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ചോക്കൊണ്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ വരഞ്ഞതിലൂടെ കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് കഴുത്താണ് കട്ട് ചെയ്യുന്നത്. അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് നെക്ക് ആവശ്യമുള്ള റൗണ്ട് നെക്കും കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട് കഴുത്തിനേക്കാളും കുറച്ച് കയറ്റിയിട്ട് ബാക്ക് കഴുത്ത് വെട്ടിക്കൊടുക്കുക. അത് ഓരോരുത്തർക്ക് ഏത് ഷേപ്പാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെട്ടിക്കൊടുക്കുക. കഴുത്തോ വട്ടക്കഴുത്തോ ഇനി വേറെ വല്ല മോഡലും വേണമെങ്കിൽ അതോ എങ്ങനെ വേണമെങ്കിലും കഴുത്ത് നമുക്ക് വെട്ടാം. പക്ഷേ ഈ അളവിന് വെട്ടിക്കൊടുത്താൽ മതി. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ബോഡി പീസ് വെച്ചിട്ട് മെയിൻ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡിക്ക് ആവശ്യമുള്ള തുണി എടുത്തതിൻ്റെ ബാക്കിയുള്ള തുണിയാണിത്. ഇത് മടക്കി വെച്ചതാണ്. ഇതിൽ ഞൊറീൻ്റെ ഇറക്കം 30 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു 8 വയസ്സുള്ള കുട്ടിക്കുള്ള ഫ്രോക്കാണ് ഇത്. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് തുണി വെട്ടിയെടുക്കാം. ബാക്കി വരുന്ന തുണിയിലാണ് നമ്മൾ കൈ വെട്ടുന്നത്. കൈയും ബോയും സൈഡിൽ കയറും ഒക്കെ വേണ്ട, അതൊക്കെ ഈ തുണിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ലൈനിങ്ങിൻ്റെ ഞൊറിക്കുള്ള തുണി കട്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ തുണി 30 ഇഞ്ച് ഇട്ടിട്ടല്ലേ കട്ട് ചെയ്തത്, അതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ഇത് വെട്ടിക്കൊടുക്കുക. 28 ഇഞ്ചാണ് ഇത് എടുത്തിട്ടുള്ളത്. ഞാൻ കടലാസിൽ ഒരു കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. കൈക്കുഴീൻ്റെ അവിടെ വണ്ണം 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് 6 ഇഞ്ച്, കൈയിൻ്റെ ഇറക്കം 9 ഇഞ്ച്, അത്രയും കൊടുത്തിട്ടാണ് ഈ കൈ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തത്. ഞൊറിക്ക് വെട്ടിയ തുണീൻ്റെ ബാക്കി പീസിൽ നിന്നാണ് കൈ വെട്ടുന്നത്. ആ തുണി ഇതേപോലെ 4 മടക്കി വെച്ചിട്ട് ഈ കടലാസിൽ വെട്ടിയ കൈ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു 6 ഇഞ്ച് മുൻപോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് വേണം കൈ വെട്ടിയെടുക്കാൻ. അത് പഫാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞൊറി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് താഴെയും മേലെയും 2 സൈഡും ഞൊറിയിട്ട് കൊടുക്കണം. മേലെ പഫ് വെച്ചിട്ട് താഴേക്ക് ഫുൾ കൈ ആക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് പഫിൻ്റെ താഴേക്കുള്ള ഭാഗവും കൂടെ കട്ട് ചെയ്തെടുക്കണം. അത് മുകളിൽ ഒരു 6 ഇഞ്ചും താഴെ ഭാഗത്ത് ഒരു 4.5 ഇഞ്ച് ഇട്ടിട്ട് ഇതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി സ്റ്റിച്ചിങ് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ തുണിയിൽ ഞാനൊന്നും കട്ട് ചെയ്തിട്ടില്ല. വെറും ഈ ചതുരത്തിൽ കാണുന്നില്ലേ, ഇതേ ഒരു ഷേപ്പിലാണുള്ളത്. അതിൻ്റെ മേലേക്ക് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത ബോഡി ഇതേപോലെ വെച്ച് കൊടുക്കുക. ലൈനിങ്ങിൽ കട്ട് ചെയ്ത ബോഡി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കഴുത്ത് വെട്ടിയതിൻ്റെ സൈഡിലൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ ഷേപ്പിൽ നമുക്ക് വെട്ടിക്കൊടുക്കാം. കഴുത്തും വെട്ടുക, കൈക്കുഴിയും അല്ല, ഈ ബോഡിക്ക് കണക്കായിട്ട് ബോഡീൻ്റെ അതേ ഷേപ്പിൽ എല്ലാ ഭാഗവും വെട്ടിയെടുക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ തയ്യൽ തുമ്പ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ നൂല് പൊട്ടിപ്പോവാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ തുണി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കഴുത്ത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ബാക്ക് ഭാഗത്തെ കഴുത്തിന് ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് ഫ്രോക്കിന് നല്ലൊരു ഭംഗിയായിരിക്കും അങ്ങനെ കട്ട് ചെയ്താൽ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യാം. ഇനി ഫ്രണ്ട് കഴുത്ത് എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ബാക്ക് കഴുത്തും ഈ തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് കഴുത്തിലൂടെ അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ബാക്കിൽ കട്ടിങ് കൊടുത്തത് കൊണ്ട് അവിടെ ഒരു കയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം.
എന്നിട്ട് തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ തമ്മിൽ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. തുണിയുടെ നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാൻ. ഷോൾഡർ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞൊറിക്ക് വെട്ടിയ തുണിയില്ലേ, അതിൽ ഇനി ഞൊറി ഇടണം. ലൈനിങ്ങിൻ്റെ പീസിലും മെയിൻ തുണിയിലും ഞൊറി ഇടുക. ഞൊറി ഇട്ടതിന് ശേഷം ഈ ബോഡിമേൽ നമുക്ക് ഇതുപോലെ ബോഡീൻ്റെ അടിഭാഗവും ഞൊറിയും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഞൊറി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണി, ഞൊറിയിട്ട ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. മെയിൻ തുണിക്ക് മെയിൻ തുണീൻ്റെ ഞൊറിയും ലൈനിങ്ങിന് ലൈനിങ്ങിൻ്റെ ഞൊറിയും ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കൈയിൻ്റെ മുകളിലും താഴെയും ഞൊറിയിട്ട് കൊടുക്കുക. ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ ലൈനിങ്ങും കൂടെ ചേർത്ത് അടിച്ചതിന് ശേഷം ഞൊറിയിട്ട് കൊടുക്കുക. കൈയിൻ്റെ മേലെയും താഴെയും ഞൊറിയിട്ടതിന് ശേഷം കൈയിൻ്റെ താഴേക്ക് വെട്ടിവെച്ച ഭാഗമില്ലേ, ആ ഭാഗവും ഈ ഞൊറിയിട്ട ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഇതുപോലെ ഞൊറിയിട്ടതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് കൂട്ടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൈയിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. മടക്കി അടിച്ചതിന് ശേഷം കൈയിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കൈ സൈഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, മേലെ ഭാഗം കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കൈക്കുഴി യോജിപ്പിക്കേണ്ട ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഫ്രോക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പം കൈക്കുഴി വെക്കാനുള്ള ഭാഗം കുറച്ച് സ്റ്റിച്ച് ചെയ്യാതെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൈയിൻ്റെ ഈ ഒരു സൈഡും കൈക്കുഴീൻ്റെ ഈ ഒരു സൈഡും കൂടെ ഒപ്പിച്ച് പിടിച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൈ സ്റ്റിച്ച് ചെയ്തു. ഇനി സൈഡിലൂടെ നമുക്കൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അടിഭാഗത്ത് ബക്കും മടക്കി അടിച്ചു കൊടുക്കാം. പിന്നെ ഇതേപോലെ തുണി ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് 2 തുണി വെച്ചിട്ട് അടിച്ച് മറച്ചിട്ടിട്ട് നടുവിലൂടെ സൂചി കൊണ്ട് തുന്നി കൊടുത്തിട്ടാണ് ബോ ഉണ്ടാക്കുന്നത്. ബോ ഫ്രോക്കിൻ്റെ നടുവിൽ തുന്നി കൊടുക്കുക. ഇതും കൂടെ കഴിഞ്ഞാൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പിന്നെ ഈ ബൊമ്മക്ക് കൈയില്ലാത്തത് കൊണ്ടാണ് കൈ തൂങ്ങി കിടക്കുന്നത്. കുട്ടിയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.